2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൊച്ചി നോർത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് പൊതുജനത്തിന്റെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്നാരോപിച്ച് സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കൊച്ചി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി വൈദ്യുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് AICC അംഗം N വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസവും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളിലുള്ള സർക്കാർ ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് നിയന്ത്രിക്കുവാൻ പറ്റുന്നില്ല. പൊതുവിതരണ മേഖലകളിൽ സാധനങ്ങളില്ലാത്തത് എല്ലാം വിഷ്വൽ മീഡിയാസിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് സാധനങ്ങളില്ലാത്തത്? സാധനങ്ങൾ മേടിക്കുന്ന കർഷകർക്ക് പണം കൊടുക്കാനില്ല. കർഷകർക്ക് പണം കൊടുക്കാത്തത് കൊണ്ട് സാധനങ്ങൾ അവർ തരുന്നില്ല. ആ നിത്യോപയോഗ സാധനങ്ങളുടെ വില അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ പലചരക്ക് കടയിലും സാധനങ്ങൾ മേടിക്കാൻ പോവുകയും ചെയ്യുന്ന കേരളത്തിലെ വനിതകളും കേരളത്തിലെ എല്ലാ കുടുംബജീവിതം അനുഭവിക്കുന്നവരും നിത്യേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ ആരോടാണ് ഇത് പറയുന്നത്? ആരോട് പറഞ്ഞാൽ പരിഹാരമുണ്ടാകും? ആർക്കാണ് ഇതിനകത്ത് പരിഹാരമുണ്ടാക്കാൻ പറ്റുന്നത്? അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് ഏതാണ്ട് പാമ്പ് കടിച്ചവരെ ഇടിവെട്ടി എന്ന് പറഞ്ഞതുപോലെ ബ്ലോക്ക് പ്രസിഡന്റ് VH ഷിയാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഈ നാട്ടിലെ പാവങ്ങളുടെയും വ്യവസായികളുടെയും കച്ചവടക്കാരുടെയും എല്ലാം ചുമലിൽ വലിയൊരു ഭാരമാണ് ഈ പിണറായി സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ നടന്നിട്ടുള്ള ഓരോ വിഷയങ്ങളിലും അഴിമതിയുടെ കഥ മാത്രമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കഴിഞ്ഞ 35 പ്രാവശ്യമായി സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള ഒരു കേസിനെ പറ്റി ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. DCC ജനറൽ സെക്രട്ടറി KM റഹീം, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് PH നാസർ, DCC അംഗങ്ങളായ MA മുഹമ്മദ് അലി, AM അയ്യൂബ്, കൗൺസിലർമാരായ ആന്റണി കുരിത്തറ, ഷൈല തദേവുസ്, K മനാഫ്, ബ്ലോക്ക് ഭാരവാഹികളായ PS സമദ്, അബ്ദുൽ ഖാദർ, PM സമദ്, മണ്ഡലം പ്രസിഡന്റ് PF ജോർജ് എന്നിവർ സംസാരിച്ചു. മട്ടാഞ്ചേരി പുതിയ റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് മണ്ഡലം പ്രസിഡന്റുമാരായ അബ്ദുൽ ഖാദർ ജബ്ബാർ, TM ഡിഫാസ്, PH ഉബൈസ്, സോളി ജോസഫ്, ഷെയ്ജു, ബാബു, ബ്ലോക്ക് ഭാരവാഹികളായ മുജീബ് റഹ്മാൻ, ഹസീം ഹംസ, സുനീർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.